ഇന്ദുലക്ഷ്മി ഭാഗം 19. രാവിലെ രാഹുൽ ഉണർന്നപ്പോൾ ഇന്ദു അരികിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഇന്ദു, എണീക്ക്. അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് എണീറ്റിരുന്നു. ഏട്ടാ പ്ലീസ്, ഞാൻ കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ. അത്രയും പറഞ്ഞിട്ട് അവൾ വീണ്ടും കിടന്നു. രാഹുൽ ശ്രീദേവിയുടെ അടുത്ത് പോയി ചായ കുടിച്ചു. ഇന്ദു ഉണർന്നില്ലേ? ഇല്ല, തലവേദന. രാഹുൽ പേപ്പർ വായിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോഴും അവൾ നല്ല ഉറക്കത്തിലാണ്. ഇന്ദു ഡീ. അവൻ അവളെ തട്ടി ഉണർത്തി. ഇന്ദു പതിയെ എണീറ്റ് നിന്നെങ്കിലും വീണ്ടും ഇരുന്നു. എനിക്ക് തല ചുറ്റുന്നു. രാഹുൽ അവളെ ചേർത്ത് പിടിച്ചു. നീ ശരിക്കും ആഹാരം കഴിക്കാത്തതുകൊണ്ടാ. വാ, ഒരു ചായ കുടിക്കുമ്പോൾ ശരിയാവും. കുറച്ചു നേരം ഇരുന്നപ്പോൾ ഇന്ദുവിന് ആശ്വാസം തോന്നി. ഫ്രഷ് ആയ ശേഷം താഴേക്ക് പോയി. അയ്യേ ആന്റി, ഇത്ര നേരം ഉറങ്ങിയോ? മിന്നുമോൾ അവളെ നോക്കി ചിരിച്ചു. എന്തു പറ്റിയടി? 2 ദിവസമായിട്ട് പതിവില്ലാത്ത ക്ഷീണമാണല്ലോ. ഇനി വിശേഷം വല്ലതും ആണോ? രേവതി അവളുടെ കാതിൽ സ്വകാര്യമായി പറഞ്ഞു. അതൊന്നുമല്ല, എനിക്ക് വൊമിറ്റ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. അത്രയും പറഞ്ഞിട്ട് ഇന്ദു ആലോചനയോടെ ഇരുന്നു. ഡേറ്റ് മാറിയിട്ട് ഒരാഴ്ചയായി. രവു, ഇനി നീ പറഞ്ഞതുപോലെയാണോ? എങ്ങനെ അറിയുക? ഡി, നീ ഏട്ടനോട് പറ, രേവതി പറഞ്ഞു. ഇപ്പോ വേണ്ട, ഇനി അല്ലെങ്കിലോ? ഷോ, എന്താ ഇപ്പൊ ചെയ്യാ? ഇന്ദു വിരൽ കടിച്ചു. ഞാൻ അപ്പുറത്തെ സുജയോട് പറയാം ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങാൻ. അവള് കോളേജിൽ നിന്ന് വരുമ്പോ വാങ്ങും. പക്ഷേ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണ്ടേ? ഇന്ദു നിരാശയോടെ പറഞ്ഞു. ഇന്ദു, ഇപ്പോഴും തല ചുറ്റുന്നുണ്ടോ? രാഹുൽ അരികിൽ വന്നിരുന്നു. ഹേയ്, കുറഞ്ഞു. രേവതി കുസൃതിയോടെ നോക്കിയപ്പോൾ ഇന്ദു കണ്ണടച്ചു കാട്ടി. രാഹുൽ പോയപ്പോൾ രേവതിയാണ് അടുത്ത വീട്ടിലെ കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞത്. പിന്നെ വൈകുന്നേരം ആകാനുള്ള കാത്തിരിപ്പായിരുന്നു. കിറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ 2 പേരും കൂടി റൂമിലേക്ക് പോയി. ഇന്ദു ചെക്ക് ചെയ്യാൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ രേവതി ടെൻഷനോടെ അങ്ങിങ്ങും നടന്നു. ഇന്ദു ഒരു ലൈറ്റ് റെഡ് ലൈൻ തെളിഞ്ഞ കിറ്റുമായി പുറത്തേക്ക് വന്നു. അവളുടെ മുഖം നിരാശയിൽ താണിരുന്നു. ഏയ് വിഷമിക്കണ്ട, കുറച്ചു നേരം കൂടി നോക്കാം, രേവതി ആശ്വസിപ്പിച്ചു. 2 പേരും കൂടി അതിലേക്ക് നോക്കിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ലൈൻ കൂടി തെളിഞ്ഞു വന്നു. രേവതി ഇന്ദുവിനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അയ്യോ, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യേ. ഞാനൊരു അപ്പച്ചിയായല്ലോ. അമ്മേ, അമ്മേ, ഇത് കേട്ടോ? ഡീ, പതുക്കെ. ഇന്ദു അവളുടെ വാ പൊത്തി. ശ്രീദേവി എവിടെ നിന്നോ ഓടിപ്പിടച്ചു വന്നു. എന്താ മോളെ, വയ്യേ? അവർ രേവതിയെ ആധിയോടെ നോക്കി. അയ്യോ എന്റെ അമ്മേ, അതൊന്നും അല്ല, നമ്മുടെ ഇന്ദുവിന് വിശേഷമുണ്ടെന്ന്. അമ്മ അച്ചമ്മാകാൻ പോകുന്നു. നേരാണോ മോളെ? ശ്രീദേവി ഇന്ദുവിന്റെ കവിളിൽ പിടിച്ചുയർത്തി. അവൾ ലജ്ജയോടെ ചിരിച്ചു. ഈശ്വരാ. ശ്രീദേവി കണ്ണുകൾ അടച്ച് കൈകൂപ്പി നിന്നു ഒരു നിമിഷം. അമ്മേ, പായസം വെക്കണം, സേമിയ മതി. രേവതി പറഞ്ഞതും ശ്രീദേവി അതിനുള്ള പണികൾ ചെയ്യാൻ തുടങ്ങി. ഇന്ദുവും രേവതിയും അവരെ സഹായിച്ചു. എന്തിനാ പായസം? ഇന്ന് മിന്നുന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? മിന്നുമോൾക്ക് സംശയമായി. അല്ലല്ലോ മിന്നൂസേ, ഇന്ദു ആന്റിയുടെ വയറില് കുഞ്ഞുവാവ വന്നു. രേവതി മിന്നുവിന്റെ കവിളിൽ കൊഞ്ചിച്ചു. അയ്യോ, വാവ എങ്ങനാ ആന്റിയുടെ വയറില് വന്നേ? വാവയ്ക്ക് നോവൂലേ? അങ്ങനൊന്നും നോവില്ല, മോളും ഇതുപോലെ രേവമ്മയുടെ വയറിൽ കിടന്നതാ, ഇന്ദു പറഞ്ഞു. രാഹുലിന്റെ ബൈക്ക് മുറ്റത്ത് വന്നു നിന്ന ശബ്ദം കേട്ടപ്പോൾ ഇന്ദുവിന് ആകെ ഒരു വെപ്രാളം അനുഭവപ്പെട്ടു. ഇന്ദു, ചായ. രാഹുൽ ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോകുമ്പോൾ പറഞ്ഞു. ഡീ, ഏട്ടൻ വിളിച്ചത് കേട്ടില്ലേ? നീ ചെന്ന് പറ. രേവതി അവളെ ഉന്തിത്തള്ളി വിട്ടു. ഇന്ദു ചായയുമായി റൂമിലേക്ക് പോയി. രാഹുൽ ഷർട്ട് മാറിയിട്ട് ചായ വാങ്ങി. ഈശ്വരാ, എങ്ങനെ പറയും? ഇന്ദു ആലോചനയോടെ അവനെ നോക്കി നിന്നു. താനെന്താടോ സ്വപ്നം കാണുവാണോ? രാഹുൽ ചോദിക്കുന്നത് കേട്ട് അവൾ ഒന്നുമില്ലെന്ന് ചുമലുകൂച്ചി. എന്നിട്ട് താഴേക്ക് പോന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തോ ഒരു ചമ്മല്. രേവതിയുടെ അടുത്തിരുന്നിട്ട് അവൾ പറഞ്ഞു. ഷോ, ഈ പെണ്ണിന്റെ കാര്യം. രേവതി തലയിൽ കൈവച്ചു. എന്താ ഇവിടെ ഡിസ്കഷൻ? ഇതെന്താ പായസം ഉണ്ടാക്കുന്നോ? രാഹുൽ അങ്ങോട്ട് വന്നു. മിന്നുമോൾ അവിടെ ഇരുന്ന് കഴിക്കുന്ന ചിപ്സ് കുറച്ചെടുത്ത് കുറച്ചുകൊണ്ട് അവൻ ഇന്ദുവിന്റെ അരികിൽ ഇരുന്നു. ഏട്ടാ, ഇന്ദുവിന് എന്തോ പറയാനുണ്ടെന്ന് രേവതി പറഞ്ഞപ്പോൾ ഇന്ദു അവളുടെ കയ്യിൽ നുള്ളി. എന്താ? രാഹുൽ ഇന്ദുവിനെ ചോദ്യരൂപേണ നോക്കി. ഒന്നുമില്ല.
അല്ലേട്ടാ, അവൾക്കെന്തോ പറയാനുണ്ട്. എന്താ ഇന്ദു, എന്നോട് സംസാരിക്കാൻ എന്തിനാ ഇത്ര മുഖവുരാ? വീട്ടിൽ പോണോ? ഇന്ദു വേണ്ടെന്ന് തലവെട്ടിച്ചു. പിന്നെ എന്തെങ്കിലും വാങ്ങണോ? രേവുവും ശ്രീദേവിയും ചിരിയോടെ നോക്കിയിരിപ്പുണ്ട്. എന്താ അമ്മേ കാര്യം? ആരെങ്കിലും ഒന്ന് പറ. എടാ, നിന്റെ ഭാര്യയ്ക്ക് മസാല ദോശയും പുളിമാങ്ങയും തിന്നാൻ തോന്നുന്നു. ശ്രീദേവി ചിരിയോടെ പറഞ്ഞു. ഇത്രയുള്ളൂ? ഇതിനാണോ ഇത്ര വലിയ ബിൽഡപ്പ്? ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നല്ലോ. പക്ഷേ ഈ പുളിമാങ്ങ എന്തിനാ? പഴുത്തത് പോരെ? ഷോ, ഈ ഏട്ടൻ. രേവതി നാവ് കടിച്ചു. എടാ പൊട്ടാ, ഇന്ദു പ്രഗ്നന്റ് ആണെന്ന്. നീയൊരു അച്ഛനാകാൻ പോകുന്നു. ശ്രീദേവി അവന്റെ തലയിൽ കൊട്ടി. രാഹുൽ കണ്ണുകൾ വിടർത്തി ഇന്ദുവിനെ നോക്കി. ആന്നോ? ഇന്ദു അവന്റെ കണ്ണിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് സന്തോഷവും ചമ്മലും ചിരിയുമൊക്കെ മാറി മാറി തെളിഞ്ഞു. അയ്യേ അമ്മേ, ഇത് കണ്ടോ, ഏട്ടന് നാണം വരുന്നു. രേവതി ചിരിയോടെ പറഞ്ഞത് കേട്ട് ഇന്ദുവും ചിരിച്ചുപോയി. രാഹുൽ അവളെ കണ്ണുരുട്ടി നോക്കി. അവൻ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുറച്ചുനേരം ഇരുന്നു. ശ്രീദേവി തയ്യാറായ പായസം ഓരോ ഗ്ലാസ്സിലാക്കി ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തു. രേവതി മിന്നുവിനെയും കൊണ്ട് റൂമിലേക്ക് പോയി. രാഹുൽ ഇന്ദുവിന്റെ കൈ പിടിച്ച് ഹാളിലേക്ക് പോയി. അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അടുത്തിരുത്തി. ഇന്ദു, ഇതെങ്ങനെ മനസ്സിലായി? അപ്പുറത്തെ സുജയോട് പറഞ്ഞ് പ്രഗ്നൻസി കിറ്റ് വാങ്ങി. അതെന്തിനാ? എന്നോട് പറഞ്ഞ പോരെ? അത് ഏട്ടനെ സർപ്രൈസ് തരാൻ വേണ്ടി. എന്നാലും ആദ്യം അറിയേണ്ടത് ഞാനല്ലേ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. സോറി. ഇന്ദു അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അവൻ അവളെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ച് നെറ്റിയിലും കവിളിലും ചുണ്ടു ചേർത്തു. നാളെ തന്നെ ഡോക്ടറെ കാണാം. നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. മിന്നു അങ്ങോട്ടേക്ക് ഓടി വന്നു. രാഹുൽ മാമ, ഈ കുഞ്ഞാവ എങ്ങനെയാ ആന്റിയുടെ വയറിൽ വന്നത്? അത് ദൈവം തന്നതാ മോളെ. എന്നിട്ട് എന്റെ അച്ഛ പറഞ്ഞത് മാമ കുഞ്ഞാവെ ആന്റിയുടെ വയറിൽ വെച്ചെന്നാ. അതെങ്ങനാ പറ? എടാ അളിയാ പട്ടി. രാഹുൽ ബിനോയിയെ നന്നായി സ്മരിച്ചു. കൂടുതൽ ചോദ്യം ഉണ്ടാകാതിരിക്കാൻ റിമോട്ട് എടുത്ത് കൊച്ചു TV വെച്ചു. രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുകയാണ് ലക്ഷ്മി. ലച്ചു, രാഹുലാണ് വിളിച്ചത്. അവളുടെ അരികിൽ ചെന്ന് ഒരു ചപ്പാത്തി എടുത്ത് കഴിച്ചുകൊണ്ട് കിച്ചു സ്ലാബിലേക്കിരുന്നു. ലച്ചു. ഇന്ദുവിന് വിശേഷമുണ്ടെന്ന്. ലക്ഷ്മി പെട്ടെന്ന് തിരിഞ്ഞവനെ നോക്കി. ആന്നോ? ഷോ കിച്ചേട്ടാ, നമുക്ക് അവിടെ ഒന്ന് പോണ്ടേ? ഈ രാത്രിയിലോ? നാളെ വൈകുന്നേരം ആകട്ടെ. കിച്ചേട്ടാ, നമുക്ക് കുറേ പലഹാരങ്ങൾ വാങ്ങണം. പക്ഷേ ഇന്ദുവിന് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഒരു കാര്യം ചെയ്യാം, എല്ലാ ടൈപ്പും വാങ്ങാം. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയേയില്ല. ആരോടാ ഇപ്പൊ ചോദിക്കുന്നത്? എന്റെ ലച്ചു, താനിങ്ങനെ എക്സൈറ്റഡ് ആകല്ലേ. നമുക്കെല്ലാം വാങ്ങാം. നാളെ തന്നെ പോകാം. പോരെ? അവള് പുഞ്ചിരിച്ചു. ഉച്ചയോടെ കിച്ചുവും ലച്ചുവും ഇന്ദുവിനെ കാണാനെത്തി. ഒരു ബേക്കറിയും ഫ്രൂട്ട് സ്റ്റാളും അവർ കാറിൽ കുത്തി നിറച്ചിരുന്നു. രാഹുലും ഇന്ദുവും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിഞ്ഞ് വന്ന് ആഹാരം കഴിക്കുമ്പോഴാണ് അവരുടെ വരവ്. ഇന്ദുവിനെ കാണാൻ ചെറിയമ്മയും അമ്മുവും എത്തിയിരുന്നു. രണ്ട് കൈയിലും വലിയ കവറുകളും പിടിച്ചു വരുന്ന അവരെ കണ്ട് രാഹുലും പോയി സഹായിച്ചു. ആഹാ, ഇത് കൊള്ളാലോ. രാഹുൽ പലഹാരങ്ങൾ ഓരോന്നായി പൊട്ടിച്ചു തിന്നുകൊണ്ട് പറഞ്ഞു. ഡാ, അത് നിനക്കല്ല, ഇന്ദുവിനാ. സാരയില്ല, ഞാനൊരു ഗർഭിണനാണെന്ന് വിചാരിച്ചാ മതി. ആ, അത് ശരിയാ, നിനക്കും ക്ഷീണം കാണും. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയൊക്കെ ഒപ്പിച്ചില്ലേ? കിച്ചു പറഞ്ഞു. കിച്ചുമമ്മ, ഈ രാഹുൽ ആന്റിയുടെ വയറിൽ കുഞ്ഞാവേ വെച്ചു. അതെങ്ങനെയാണെന്നറിയാവോ? മിന്നു ഓടി വന്ന് കിച്ചുവിന്റെ മടിയിൽ കയറി. അതേ, അതൊരു മാജിക്കാ. രാഹുലിന് മാത്രമേ അറിയൂ. അമ്മേ, ഇവർക്ക് കുടിക്കാൻ എടുത്തില്ലേ? രാഹുൽ അടുക്കളയിലേക്ക് ഓടുന്നത് കണ്ട കിച്ചു ഉറക്കെ ചിരിച്ചു. അകത്ത് ഇന്ദു ലക്ഷ്മിയോട് ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങൾ പറയുകയാണ്. രേവതിയും അമ്മുവും ഒരു ബുക്കും പേനയുമായി അവരുടെ അടുത്തെത്തി. അതേ, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഞങ്ങൾ കുഞ്ഞിനുള്ള പേര് കണ്ടുപിടിക്കുക. പേരോ? അതൊക്കെ ഇപ്പോഴേ വേണോ? ശ്രീയമ്മ കേക്കണ്ട, ലക്ഷ്മി പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ, അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചേർത്തിട്ട്. അമ്മു നോട്ട്ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങി. രാഹുലിന്റെ രായും ഇന്ദുവിന്റെ ഈയും ചേർത്താൽ രായി, അല്ലെങ്കിൽ ഇര. നോക്കിയേ ചേച്ചി? പിന്നെ രാന്തു, ഹുന്ദു, അല്ലെങ്കിൽ ഇഹിൽ, ഹുന്ദുൽ. ഹോ, എന്തൊക്കെ വെറൈറ്റി അല്ലേ? രേവതി സ്വയം അഭിമാനത്തോടെ പറഞ്ഞു.
മതി മതി മതി, എണീറ്റ് പോയ രണ്ടുപേരും. എൻ്റെ കുഞ്ഞിന് ഈ ബംഗാളി പേരൊന്നും വേണ്ട. ഇന്ദു കയ്യിൽ കിട്ടിയ തലേനെടുത്ത് രണ്ടുപേരെയും എറിഞ്ഞു. ഹ, നിങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ഇങ്ങനെ ആയത് ഞങ്ങളുടെ കുറ്റമാണോ? ഇല്ലേ അമ്മു? അതെ അതെ, അവസാനം ഒരു പേര് പറഞ്ഞതാന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കരുത്. അമ്മുവും ശരിവെച്ചു. ലക്ഷ്മി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. അവിടെ ശ്രീദേവി ചായ ഇടുകയാണ്. ഇന്ദുവിൻ്റെ ചെറിയമ്മയും ഒപ്പമുണ്ട്. ചേച്ചി, ആ ലക്ഷ്മി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ചെറിയമ്മ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു. ഇടയ്ക്കൊക്കെ വരാറുണ്ട്. രാഹുലും കിച്ചുവും വലിയ സ്നേഹ. അതുപോലെ തന്നെയാ ഇന്ദുവും ലച്ചുവും. പക്ഷേ ഇന്ദു ഇപ്പോൾ ഗർഭിണിയല്ലേ, ലക്ഷ്മിക്ക് കുട്ടികളുണ്ടാവില്ലല്ലോ. പണ്ടുള്ളവർ പറയും മച്ചിപ്പെണ്ണ് ഗർഭിണിയുടെ അടുത്ത് വന്നാൽ ദോഷമാണെന്ന്. ഇടയ്ക്കിടെ ഇങ്ങനെ വന്നാൽ ഇന്ദുവിനും കുഞ്ഞിനുമാ അതിൻ്റെ കേട്. ശ്രീദേവിക്ക് ആ സംസാരം തീരെ ഇഷ്ടമായില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? കുഞ്ഞുങ്ങളുണ്ടാകത്ത് ആരുടെയും കുറ്റവും കുറവൊന്നും അല്ല. ആ, ചേച്ചിക്കത് പറയാം. ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാ. എനിക്കിതിലൊക്കെ നല്ല വിശ്വാസാ. ചേച്ചിക്ക് വയ്യെങ്കിൽ അവളോട് ഞാൻ പറയാം. വാതിൽക്കൽ വന്നു നിന്ന ലക്ഷ്മി സ്തംഭിച്ചുപോയി. ശബ്ദം കേൾപ്പിക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹാളിലെത്തിയപ്പോൾ മുഖം അമർത്തി തുടച്ചു. കിച്ചേട്ടാ, നമുക്ക് പോകാം. അതെന്താ? ഇന്ദുവിനെ കാണുമെന്ന് പറഞ്ഞ് ഇന്നലെ മുതലേ ബഹളമല്ലേ, ഇത്ര പെട്ടെന്ന് പോണോ? കിച്ചു അമ്പരപ്പോടെ ചോദിച്ചു. രാഹുലും അവളെ നോക്കി. എന്തോ വല്ലാതെ തലവേദനിക്കുന്നു, എനിക്കൊന്ന് ഉറങ്ങണം. ഏട്ടത്തി, ചായ കുടിച്ചിട്ട് പോവാം, രാഹുൽ പറഞ്ഞു. കിച്ചു അവളെ തന്നെ നോക്കി. അവളുടെ മുഖത്തെ അസ്വസ്ഥതയും കലങ്ങിയ കണ്ണുകളും അവൻ സംശയത്തോടെ നോക്കി. എങ്കിലും ഞങ്ങൾ ഇറങ്ങട്ടെ, എനിക്കും പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. അവനും എണീറ്റു. ലക്ഷ്മി ആരോടും യാത്ര പറയാൻ നിൽക്കാതെ വേഗം മുറ്റത്തേക്കിറങ്ങി. എന്താ കിച്ചു? അറിയില്ലടാ, ഒന്നുമില്ലാതെ അവൾ അങ്ങനെ പറയില്ല. അത് വിട്, ഇന്ദുവിനോട് പോയെന്ന് പറഞ്ഞേക്ക്, വേറൊരു ദിവസം വരാം. കിച്ചു ചെല്ലുമ്പോൾ ലക്ഷ്മി കാറിലിരിപ്പുണ്ട്. അവർ പോകുന്നത് നോക്കി രാഹുൽ നിന്നു. കുറച്ചു കഴിഞ്ഞ് കിച്ചു റോഡരികിലായി വണ്ടി ഒതുക്കിയിട്ടു. എന്താ ലച്ചു? ഒന്നുമില്ലാതെ എന്താ പെട്ടെന്ന് വരാൻ വാശി പിടിച്ചത്? നീ കരഞ്ഞോ? ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. ഇങ്ങോട്ട് നോക്ക്. അവൻ അവളുടെ അഭിമുഖമായിരുന്നു. ഇനി പറ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ലക്ഷ്മിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു ഏട്ടാ, ഗർഭിണികളെ കാണാൻ മച്ചിപ്പെണ്ണ് പൊക്കൂടെന്ന്, ദോഷാണെന്ന്. വിതുമ്പലോടെയാണ് അവൾ പറഞ്ഞത്. നീ എന്തൊക്കെയാ പെണ്ണെ പറയുന്നത്? ഇപ്പൊ ഇത് ആരാ പറഞ്ഞത്? ഇന്ദുവിന്റെ അമ്മ ശ്രീയമ്മയോട് പറഞ്ഞതാ. കിഷോർ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. പോട്ടെ, സാരയില്ല, അവരൊക്കെ പ്രായമായ ആൾക്കാരല്ലേ, അതൊന്നും ഓർക്കണ്ട. പക്ഷേ ഇനിയും നമ്മൾ പലരിൽ നിന്നും ഇതൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോഴൊക്കെ കരയാൻ നിന്ന അതിനെ സമയം കാണൂ. കിഷോർ വണ്ടി മുന്നോട്ടെടുത്തു. വീട്ടിലെത്തിയതിൽ പിന്നെ ലക്ഷ്മി അധികം സംസാരിച്ചില്ല. ആഹാരം കഴിക്കുമ്പോൾ കിച്ചു അവളെ നോക്കി. കുനിഞ്ഞിരുന്ന് നുള്ളിപ്പിച്ച് കഴിക്കുകയാണ്. ലച്ചു, കുറെ നേരമായല്ലോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, വേഗം കഴിക്ക്. കിഷോർ ശബ്ദമുയർത്തിയപ്പോൾ അവൾ വേഗം കഴിക്കാൻ തുടങ്ങി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്ന് മുഖം വീർപ്പിച്ചിരിക്കും. ആരോടെന്നില്ലാതെ അവൻ പറയുന്നത് കേട്ട് അവൾക്ക് സങ്കടം ഇരട്ടിച്ചു. രാത്രി കിടക്കുമ്പോൾ കിഷോർ അവളുടെ പിന്നിൽ ചെന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചു. നീ എന്താ ലച്ചു ഇങ്ങനെ? ആ സ്ത്രീക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവും, അതവര് ഇങ്ങനെ തീർത്തു. നമുക്ക് നാളെ ഒരിടം വരെ പോണം. എവിടേക്ക്? കുറച്ചു ദിവസം മുമ്പ് രാഹുൽ പറഞ്ഞതാ. അവന്റെ ഫ്രണ്ടിന്റെ വീടിനടുത്ത് ഒരു പള്ളിയോട് ചേർന്നൊരു അനാഥാലയമുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അവിടെ കൂടുതലും. നമുക്ക് അവിടെ ഒന്ന് പോകാം. ലക്ഷ്മി തിരിഞ്ഞു കിടന്ന് അവനെ പുണർന്നു. സത്യാണോ കിച്ചേട്ടാ? നമുക്കൊരു ചെറിയ കുഞ്ഞിനെ മതി, എത്രയും പെട്ടെന്ന്. കിച്ചു ചിരിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല ലച്ചു, അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ഇപ്പോ നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ഓർക്കാതെ കിടന്നുറങ്ങ്. കിച്ചേട്ടാ, പക്ഷെ അമ്മ. എന്റെ ലച്ചു, നീ ഇപ്പൊ വേറെ ഒന്നും ഓർക്കണ്ട. കിഷോർ അവളെ ചുറ്റിപ്പിടിച്ചുറങ്ങിയെങ്കിലും ലക്ഷ്മിക്ക് ഉറക്കം വന്നില്ല. എങ്ങനെയെങ്കിലും നാളെ ആകാൻ വേണ്ടി അവൾ കാത്തിരുന്നു. രാവിലെ കിഷോർ ഉണരുമ്പോൾ ലക്ഷ്മി അടുത്തില്ല. മുഖം കഴുകിയ ശേഷം അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് എന്തോ കേൾക്കുകയാണ്. ഗ്യാസ് സ്റ്റവിൽ വെച്ചിരുന്ന വെള്ളം തിളച്ച് മറിയുന്നുണ്ട്. അവനത് ഓഫ് ചെയ്തു. തോളിൽ തട്ടിയപ്പോൾ ലക്ഷ്മി ഞെട്ടലോടെ നോക്കിയിട്ട് ഹെഡ്ഫോൺ ഊരി മാറ്റി. ഇതെന്താ പതിവില്ലാതെ ഓരോ കാര്യങ്ങള്, നോക്കട്ടെ. കിഷോർ അവളുടെ കയ്യിലിരുന്ന മൊബൈൽ വാങ്ങാൻ കൈനീട്ടി. വേണ്ട, അവളത് പിന്നിലേക്ക് മാറ്റി പിടിച്ചു. ഞാനറിയാതെ ആരോടാ സംസാരം?
സത്യം പറ, വല്ല കാമുകനുമാണോ? കുസൃതിയോടെ അവൻ ചോദിച്ചു. പോകിച്ചേട്ടാ, വെറുതെ ആശിപ്പിക്കാതെ. അവളും കുറുമ്പോടെ ചുണ്ടുകൊട്ടി. ആ സമയം അവൻ മൊബൈൽ പിടിച്ചു വാങ്ങി. കുഞ്ഞിനെ എങ്ങനെയാണ് ദത്തെടുക്കുന്നത്? ഗൂഗിളിൽ കണ്ടത് അവൻ ഉറക്കെ വായിച്ചിട്ട് ചിരിയോടെ നോക്കിയപ്പോൾ അവൾ ചമ്മലോടെ മുഖം താഴ്ത്തി. എന്തിനാ ലച്ചു ഇങ്ങനെ മുഖം കുനിച്ച് നിൽക്കുന്നത്? ഈ ചമ്മല് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കിഷോർ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് നീക്കി നിർത്തി. അവൾ പരിഭവത്തോടെ നോക്കി. ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഞാൻ രാഹുലും ചേർന്ന് എല്ലാം ചെയ്തോളാം. ആദ്യം നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. എങ്കില് ഞാൻ പോയി റെഡിയാകട്ടെ. ലക്ഷ്മിക്ക് ഉത്സാഹമായി. പിന്നെ എന്തോ ഓർത്ത് അവനെ നോക്കി. കിച്ചേട്ടാ, ഒരബദ്ധം പറ്റി. ഞാനിന്ന് ഉപ്പുമാവ ഉണ്ടാക്കിയത്. പക്ഷേ റവ റോസ്റ്റ് ചെയ്യാൻ മറന്നു. കിഷോർ അടച്ചു വെച്ചിരുന്ന പാത്രം തുറന്നു നോക്കി. ഉപ്പുമാവ് കണ്ട് അവന് ചിരി പൊട്ടി. കണ്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്ക് പോലെയുണ്ട്. സാരയില്ല, ഇനി അത് കളയണ്ട. എനിക്കൊരു ചായ കിട്ടുമോ? ഷോ, ചായ തന്നില്ലേ? സോറി, ഞാൻ മറന്നു. ലക്ഷ്മി വെപ്രാളത്തോടെ ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്തു. എന്റെ കൊച്ചേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോഴേ എങ്ങനെ ആയാൽ ഒരു കുഞ്ഞുകൂടി വന്നാ എന്നെ മറന്നു പോകുമല്ലോ. കിച്ചു അവളുടെ പിന്നിൽ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. എനിക്കറിയില്ല കിച്ചേട്ടാ, ആകെ ഒരു ടെൻഷൻ. സോറി. ലക്ഷ്മി അവന്റെ നെഞ്ചിലേക്ക് ചാരി. സോറി ഒന്നും വേണ്ട, ചായ ഞാനുണ്ടാക്കാം, നീ പോയി റെഡിയാവ്. കിച്ചു പറഞ്ഞത് കേട്ട് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അവൾ റൂമിലേക്ക് ഓടി. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ച് കയ്യിൽ കിട്ടിയ ചുരിദാറിട്ട് വരുമ്പോൾ കിഷോർ ഡൈനിങ് ഹാളിലിരുന്ന് ചായ കുടിക്കുകയാണ്. 2 പ്ലേറ്റിൽ ഉപ്പുമാവ് വിളമ്പി വെച്ചിട്ടുണ്ട്. ലച്ചു, വന്ന് കഴിക്ക്. ഒരു സ്പൂൺ കൊണ്ട് ഉപ്പുമാവ് കഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഒരു കവിൾ ചായ കുടിച്ചിട്ട് ലക്ഷ്മിയും കുറച്ച് ഉപ്പുമാവ് കഴിച്ചു. അവളുടെ മുഖം ചുളിഞ്ഞു. കിച്ചേട്ടാ. അത് പിന്നെ കുറച്ച് ഉപ്പ് കൂടിപ്പോയോ? കുറച്ചൊന്നുമല്ല, നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ട്. പിന്നെ സവാളയും ക്യാരറ്റും ഒന്നും ഒട്ടും വേവാത്തതുകൊണ്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല. സോറി. നീ ഇത് എത്രാമത്തെ സോറിയാ പറയുന്നത്? അവിടെ ഇരുന്ന് കൊഞ്ചാതെ പെട്ടെന്ന് കഴിക്ക്. 2 പേരും ഒരുവിധം കഴിച്ചെണീറ്റു. പോകാനിറങ്ങുമ്പോൾ കിഷോർ 2 പേരുടെയും ആധാർ കാർഡ്, ID കാർഡ്, മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചു. പുറത്തേക്കിറങ്ങിയ ലക്ഷ്മി രാഹുലിനെ കണ്ട് അത്ഭുതത്തോടെ നോക്കി. കാറിലാണ് പോയത്. രാഹുൽ കിഷോറിന്റെ കൂടെ മുന്നിലാണിരുന്നത്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നെങ്കിലും ലക്ഷ്മി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാറിന് സ്പീഡ് പോരെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്കൊരു ബേക്കറിയിൽ കയറി കുറച്ച് പലഹാരങ്ങളും ഫ്രൂട്ട്സും വാങ്ങി. സ്നേഹതീരം എന്നെഴുതിയ ഓർഫനേജിന് മുന്നിൽ വണ്ടി നിന്നതും ലക്ഷ്മിയുടെ നെഞ്ച് ശക്തമായി മിടിക്കാൻ തുടങ്ങി. രാഹുലും കിഷോറും സെക്യൂരിറ്റിയോട് സംസാരിച്ചു. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് പോകാൻ അനുവാദം കിട്ടി. മുൻവശത്തെ മുറ്റത്ത് 10 വയസ്സോളം പ്രായമുള്ള 3-4 കുട്ടികൾ നിന്ന് ചെടി നനയ്ക്കുന്നത് കണ്ടു. കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ വരാന്തയിൽ ഇരിപ്പുണ്ട്. അപരിചിതരെ കണ്ട് മുതിർന്ന കുട്ടികൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരു സംരക്ഷണം പോലെ നിൽക്കുന്നത് ലക്ഷ്മി കണ്ടു. പ്രായമുള്ള ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു. ആരാ? ഞങ്ങൾക്ക് സിസ്റ്റർ തെരേസയെ ഒന്ന് കാണണം. കിഷോർ മറുപടി പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇരിക്കൂ. വരാന്തയിൽ കിടന്ന കസേരകൾ ചൂണ്ടിക്കാട്ടി അവർ പറഞ്ഞു. മൂവരും ഇരുന്നു. ലക്ഷ്മി ഉള്ളിലെ പരിഭ്രാന്തി കുറയ്ക്കാൻ ചുറ്റും കണ്ണോടിച്ചു. ശാന്തമായ അന്തരീക്ഷമാണ്. കൊച്ചുകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയും ശാന്തത എങ്ങനെയെന്നവൾ അതിശയിച്ചു. അത്യാവശ്യം വലിയൊരു കെട്ടിടമാണ്. ചുവരിൽ തിരുക്കുടുംബത്തിന്റെ വലിയൊരു ചിത്രം കാണാം. ടൈൽസ് പതിച്ച ഫ്ലോർ, ഇളം പച്ച പെയിന്റ് അടിച്ച ചുവരുകൾ. ഒരു സൈഡിലായി ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ പതിപ്പിച്ചിരിക്കുന്നു. അകത്തേക്ക് വാ, നേരത്തെ കണ്ട സ്ത്രീ പറഞ്ഞു. ലക്ഷ്മിക്ക് ഒരു വിറയൽ അനുഭവപ്പെട്ടു. ഒരു ബലത്തിനായി കിച്ചുവിനെ അമർത്തിപ്പിടിച്ചു. കിച്ചു അവളെ പുഞ്ചിരിയോടെ നോക്കി. 2 പേരുടെയും പിന്നിലായി രാഹുലും നടന്നു. ഇരിക്കൂ. സിസ്റ്റർ തെരേസയുടെ മുന്നിലായി ഇരുന്നു. ആരാ? കിഷോർ. മൂവരെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് ചോദ്യം. ഞാനാണ്. ഇത് വൈഫ് ലക്ഷ്മി. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 8 വർഷങ്ങൾ. പിന്നെയും എന്തൊക്കെയോ ചോദിച്ചു. കിഷോറിന്റെയും ലക്ഷ്മിയുടെയും പ്രായം, ചികിത്സിക്കുന്ന ഡോക്ടറിനെ കുറിച്ച്, വീട്ടുകാരെ പറ്റി. കിഷോർ എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. പിന്നീട് സിസ്റ്റർ അവർക്ക് അഡോപ്ഷനെ കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ പറഞ്ഞു കൊടുത്തു. ആദ്യം അംഗീകരിക്കപ്പെട്ട ഏജൻസിയിൽ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്ത ദമ്പതികളുടെ കുടുംബ പശ്ചാത്തലം അവരന്വേഷിക്കും. ഏതായാലും കുറച്ച് കാലതാമസം വരും. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഓഫീസിൽ കൈമാറി കുട്ടികളെയെല്ലാം ഒരു നോക്ക് കണ്ടിട്ടാണ് മൂവരും മടങ്ങിയത്. ഇനി ഒരു കടമ്പ കൂടിയുണ്ടല്ലോ. നിന്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞാ സമ്മതിക്കോ? രാഹുൽ ഇടയ്ക്ക് ചോദിച്ചു. അതൊരു പ്രശ്നം തന്നെയാണ്.
പക്ഷേ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, കിഷോർ പറഞ്ഞു. ലക്ഷ്മിയുടെ മുഖത്തും ആകുലത നിഴലിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞു വന്ന ഞായറാഴ്ച കിഷോർ മീനാക്ഷിയെ കാണാൻ പോയി. ചേച്ചിയുടെ മൂത്ത മോൻ വന്നിട്ടുണ്ട്. സുജാത അവനെ കണ്ട് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ലച്ചുവേട്ടത്തിക്ക് സുഖാണോ ഏട്ടാ? രാഖിയും രേഖയും അവനെ കണ്ട് അടുത്തു വന്നിരുന്നു. സുഖായിരിക്കുന്നു, കിഷോർ മറുപടി പറഞ്ഞു. അല്ലെങ്കിലും അവൾക്കിപ്പോ എന്താ സുഖക്കുറവ്? അമ്മയും മോനും തമ്മിൽ പിരിച്ചില്ലേ? ചില ആൾക്കാർക്ക് ഭാര്യയെ കിട്ടിയ അമ്മയെ കൊണ്ടുപോയി ഏതെങ്കിലും ബന്ധുക്കളുടെ ഇടയിൽ തള്ളും, സുജാത ആരോടെന്നില്ലാതെ പറഞ്ഞു. അങ്ങനെ എവിടെയെങ്കിലും അല്ലല്ലോ. അമ്മായി താമസിക്കുന്ന ഈ വീടിന് ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് അവകാശമുള്ളതാ. ഇതുവരെ ഞാനും അമ്മയെ ഒരവകാശം പറഞ്ഞു വന്നിട്ടില്ല. ഓർക്കാപ്പുറത്ത് അടിയേറ്റതുപോലെ സുജാത അവനെ അന്തിച്ചു നോക്കി. അശോകനും അവന്റെ മറുപടി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയാൾക്കത് അപമാനമായി. കിഷോർ അവരെ നോക്കാതെ എണീറ്റ് മീനാക്ഷിയുടെ റൂമിലേക്ക് പോയി. മീനാക്ഷി കിടക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ കിടക്കാതെ അമ്മയ്ക്ക് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തൂടെ? കിഷോർ അവരുടെ അടുത്തിരുന്നു. നീ ഇപ്പോ ഇത് പറയാനാണോ വന്നത്? മീനാക്ഷി ഗൗരവത്തോടെ ചോദിച്ചു. കുറച്ചു കഴിഞ്ഞാണ് കിഷോർ അഡോപ്ഷനെ കുറിച്ച് പറയുന്നത്. പ്രതീക്ഷിച്ചതുപോലെ അവർ പൊട്ടിത്തെറിച്ചു. മീനാക്ഷിയുടെ ബഹളം കേട്ടാണ് അശോകനും സുജാതയും അങ്ങോട്ട് വന്നത്. എന്താ ഇവിടെ? അശോകൻ ചോദിച്ചു. ഇവൻ പറയുന്നത് കേട്ടോ അശോക? എവിടെയോ കിടക്കുന്ന കൊച്ചിനെ ഇവന് ദത്തെടുക്കണോന്ന്. എവിടെയോ കിടക്കണ തെണ്ടിപ്പിള്ളരാണോ എന്റെ പേരക്കുട്ടി? മീനാക്ഷി ക്ഷോഭത്തോടെ പറഞ്ഞു. ഇതൊക്കെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ? മുൻപ് കിച്ചു പറഞ്ഞതിലെ ദേഷ്യവും കൂടി ചേർത്ത് അശോകൻ ചോദ്യം ചെയ്തു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. അവനിപ്പോ ഒരു മായാ വലയത്തിലാ. ആ ലക്ഷ്മി ഇത്രയും മിടിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, സുജാത പുച്ഛിച്ചു. ലക്ഷ്മിയെ ഉപേക്ഷിച്ചു വന്ന് ഞാൻ പറയുന്ന പെണ്ണിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്റെ പേരിലുള്ള സ്വത്തിൽ ഒറ്റ പൈസ പോലും ഞാൻ നിനക്ക് തരില്ല. ഇവന്റെ മക്കൾക്ക് എല്ലാം ഞാൻ എഴുതി കൊടുക്കും. അശോകനെ ചൂണ്ടിക്കാട്ടി മീനാക്ഷി പറഞ്ഞത് കേട്ട് സുജാതയുടെ കണ്ണുകൾ തിളങ്ങി. ഉറപ്പാണോ? കിഷോർ ചോദിച്ചു. എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, മീനാക്ഷി തറപ്പിച്ചു പറഞ്ഞു. കിഷോർ എണീറ്റു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.